പോകുന്നത് വയനാട്ടിൽ നിന്ന് മലപ്പുറത്തേക്കാണ്. മലപ്പുറം ചെറുവായൂരിൽ നിന്ന് ജംഷീർ ഉണ്ട്. ജംഷീർ, എങ്ങനെയാണ് അവിടുത്തെ ഒരു സ്ഥിതി? പോളിംഗ് ശതമാനം ഇപ്പോൾ എങ്ങനെയുണ്ട്? ക്യൂ ഒക്കെ ഉണ്ടോ അവിടെ? വാഴക്കാട് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചെറുവായൂർ AUP സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ 1-2 ബൂത്തുകൾ 15-16 വാർഡുകളിലെ 1-2 ബൂത്തുകളിൽ ഇപ്പോഴും വലിയ തിരക്കാണ്. ഇപ്പോൾ ഉച്ച സമയമാണ്, പക്ഷേ ഇപ്പോഴും വലിയ തിരക്കാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വലിയ തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ സുഖമില്ലാത്ത ആളുകളെ അടക്കം ഇത്തരത്തിൽ കസേരകളിലും മറ്റുമായി ഈ പോളിംഗ് ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്ത് മടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജില്ലയിൽ ഉടനീളം ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള തിരക്ക് പലപ്പോഴും പല ബൂത്തുകളിലും കാണുന്നുണ്ട്. ഉച്ച സമയത്തൊരല്പം കുറവുണ്ടെങ്കിൽ പോലും പിന്നീട് ആളുകൾ കൂടുതലായി വരികയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കൂടുതലായി വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് മലപ്പുറം ജില്ലയിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിലെ പോളിംഗ് ശതമാനവും 50-ന് മുകളിലേക്ക് കടന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 50-ന് മുകളിൽ ഏതായാലും എത്തിയിട്ടുണ്ട്. അത് നഗരസഭകൾ കേന്ദ്രീകരിച്ചാണെങ്കിലും ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണെങ്കിലും ഇത്തരത്തിൽ പോളിംഗ് ശതമാനവും വർദ്ധിച്ചിട്ട് ഇപ്പം നമ്മൾ ഈ ചെറുവായൂർ പഞ്ചായത്തിന്റെ ഈ 15-16 വാർഡുകളിലാണ് ഇവിടെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്താ പേരെന്തായിരുന്നു? എന്താണിപ്പം നല്ല അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ് ഉള്ളത്. മൊത്തത്തിൽ നമ്മുടെ വാഴക്കാട് പഞ്ചായത്ത് പറഞ്ഞാൽ നമുക്ക് UDF നല്ല അനുകൂലമായിട്ടുള്ള പണ്ടേ വേര് വളക്കുറവുള്ള ഒരു മണ്ണാണ്. അപ്പോ അതിനനുസരിച്ചുള്ള മാറ്റം കാണുന്നുണ്ട്. 8 വാർഡാണ് എനിക്കുള്ളത്. അപ്പൊ 8 വാർഡിൽ പോകുമ്പോഴും നല്ലൊരു അഭിപ്രായമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഞാൻ ഈ പഞ്ചായത്തില് ബ്ലോക്കിൽ തന്നെ പ്രായം കുറഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പ്രായം കുറഞ്ഞ ബ്ലോക്ക് സ്ഥാനാർത്ഥി കൂടിയാണ്. അതെ അതെ, അല്ല അങ്ങനെ അവകാശപ്പെടാൻ കഴിയില്ല. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞത് ആണ്. മറ്റു സ്ഥാനാർത്ഥികളുള്ള ഇവിടെ സ്ഥാനാർത്ഥികൾ? ഞാൻ ഈ 16-ാം വാർഡിലെ UDFന്റെ സ്ഥാനാർത്ഥിയാണ്. കോണി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു പുതിയ വാർഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് നമ്മളിവിടെ കാണുന്നത്. ആളുകളൊക്കെ രാവിലെ തന്നെ മാക്സിമം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആളുകൾ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ബൂത്തുകളുണ്ട്. 2 ബൂത്തിലും നല്ല തിരക്കുണ്ട്. നമുക്ക് അനുകൂലമായൊരു വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പോളിംഗ് ശതമാനം കൂടുന്ന ആളുകൾ കൂടുതൽ വന്ന് വോട്ട് ചെയ്യുന്നത് അനുകൂലമായി. തീർച്ചയായിട്ടും ഈ പുതിയൊരു വാർഡായതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു മനസ്സ് UDFനൊപ്പമാണ്, എന്നോടൊപ്പമാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കൈവിടില്ല എന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസമുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥി വിജയ പ്രതീക്ഷയിലാണ്. ഏത് സ്ഥാനാർത്ഥിയാണ്? ഈ ആളുകളൊക്കെ എങ്ങനെ പ്രതികരണം? നല്ല രീതിക്ക് തന്നെയാണ്. ഏത് വാർഡാണ്? 16-ാം വാർഡില് ആളുകളൊക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്തു പോയോ? ഒരുവിധം എല്ലാവരും വന്നു. പ്രതീക്ഷയിൽ തന്നെയാണ്. നാട്ടുകാരും ഒക്കെ ഉണ്ട്, സ്ഥാനാർത്ഥികളൊക്കെ വന്നിട്ടുണ്ട്. ഏത് വാർഡിലാണ്? 16-ാം വാർഡ് LDFന്റെ സ്വന്തമായിട്ടാണ്. ആളുകളൊക്കെ എന്താണ് വോട്ട് 50% വോട്ട് ചെയ്തു പോയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല പ്രതികരണമുണ്ട്. പ്രതീക്ഷ എന്താ? വിജയ പ്രതീക്ഷ നമ്മൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയാണ്. അപ്പൊ ജനങ്ങളോട് വിധി എഴുതുമല്ലോ. അപ്പൊ പോളിംഗ് ശതമാനം കൂടുതൽ വരുന്നത് ഗുണം ചെയ്യുന്നത് വരുന്നുണ്ടോ? പോളിംഗ് ശതമാനം ഗുണകരമായി കാണുന്നുണ്ട്. ജനങ്ങളൊരു വിധി നമുക്ക് മറ്റൊരു ഭരണം കാഴ്ചവെക്കാനുള്ളൊരു കാണുന്നുണ്ട്. ഏതായാലും വിജയപ്രതീക്ഷയിലാണ് എല്ലാ മുന്നണിയിലെയും സ്ഥാനാർത്ഥികളുള്ളത്. ഇവിടെ ഇപ്പോഴും ഈ സമയം ഉച്ച സമയമാണെങ്കിൽ പോലും ഇപ്പോഴും ഇത്തരത്തിൽ ആളുകൾ കൂടി ആളുകളുടെ ഒരു നീണ്ട ക്യൂ തന്നെ കാണാൻ കഴിയും. 15-ാം വാർഡിലെ സ്ഥാനാർത്ഥി ഏത്? BJP. എന്താണ് ഒരു പ്രതീക്ഷ? ആളുകളൊക്കെ വോട്ട് വന്നു ആളുകളെ കൊണ്ട് ഏകദേശം എല്ലാവരും ചെയ്തു വിജയപ്രതീക്ഷ. അപ്പൊ ഏതായാലും ഇപ്പം സ്ഥാനാർത്ഥികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ UDF BJP ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ഇവിടെയുണ്ട്. അവരൊക്കെ പ്രതീക്ഷയിലാണ്. ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ആളുകളെ വോട്ടിന് എത്തിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ ആളുകൾ പ്രവർത്തകരുടെ നേതൃത്വം നടക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണോ? ഏത് ഡിവിഷൻ? വാഴക്കാട് ഡിവിഷനിലെ. എന്താണ് ഒരു പ്രതീക്ഷ? അങ്ങനെ പോണ്. നല്ല പ്രതീക്ഷ. അങ്ങനെ പോണ്. ആളുകളൊക്കെ ഇപ്പൊ പിന്നെ കണ്ടിരുന്നു. ഇപ്പം അങ്ങനെ പോയി വോട്ടുകളൊക്കെ ആളുകൾ ചെയ്യുന്നു, പ്രതീക്ഷിക്കണം. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയിലാണ്. എല്ലാ സ്ഥാനാർത്ഥികളും പ്രതീക്ഷയിലാണ്. ആളുകളും, അതായത് വോട്ടർമാരും പ്രതീക്ഷയിലാണ്. അവരെ നേരത്തെ തന്നെ വോട്ടുകളൊക്കെ വന്ന് ചെയ്തു പോകുന്നുണ്ട്. ഇപ്പോഴും വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അനുരൂപിച്ചുകൊണ്ടൊപ്പം ജംഷീർ കുടുങ്ങി, മീഡിയ 1 മലപ്പുറം.